ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സീനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 2 ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ആ ഒരു മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ 1 സ്പൂൺ ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഈസ്റ്റിന് പകരം സോഡാപ്പൊടി ഇട്ട് കൊടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു 4 കോഴിമുട്ടയ്ക്ക് അനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. നമ്മുടെ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു വറുത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, എന്നാലേ ഇതുപോലെ കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതൊന്ന് ലൂസാക്കി എടുക്കണം. ഒരുപാട് ലൂസാക്കരുത്, എന്നാൽ നല്ല ടൈറ്റും ആവരുത്. ആദ്യം നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം പിന്നീട് നമ്മൾ അളവ് മനസ്സിലാക്കി എടുത്തിട്ട് പാലൊഴിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പരുവം തെറ്റിപ്പോവും. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാനായിട്ട് ഇതുപോലെ 1 സ്പൂൺ അളവിൽ 2 സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 കപ്പ് അളവിലുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇതൊന്ന് അടിച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചെടുക്കാൻ നോക്കരുത്, ഇതുപോലെ വിസ്ക് വെച്ചിട്ട് തന്നെ അടിച്ചെടുക്കുക. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി ഇതിലേക്ക് വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ഇനി ഒരു കയ്യിലുകൊണ്ട് കോരി കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്കിതിൻ്റെ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 30 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് ഒന്നുകൂടെ ഒന്ന് ആക്റ്റീവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. മുകളിലൊക്കെ നന്നായിട്ട് പത പോലെയൊക്കെ ഇരിപ്പുണ്ടാവും. അത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാത്രത്തിലോ മൗൾഡിലോ ട്രേയിലോ എന്തിലെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ആവിയിലാണ് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കുന്നത്. ഞാൻ ഇതുപോലുള്ള സ്റ്റീൽ പ്ലേറ്റിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സ്റ്റീൽ പ്ലേറ്റും വെച്ച് കൊടുത്ത് അതിലേക്ക് ഈ മാവ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്കായിട്ട് ഒന്ന് കടിച്ചു കഴിക്കാനായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഹോളിൽ നമുക്കൊരു പേപ്പർ തിരികെ വെച്ച് കൊടുക്കണം. എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മളിതിനെ എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് ആ ഒരു സമയം വരേക്കും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 35 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇത് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകം വെന്തോന്നറിയാനായിട്ട് ഇതുപോലൊരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ടോ നനച്ചതിന് ശേഷം ഒന്ന് കുത്തി കൊടുക്കുക. പൊട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തോന്നാണ്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ആകൃതിയിലൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.